ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുചരിത്രം കുറിച്ച ആക്സിയം 4 ദൌത്യത്തിന് പരിസമാപ്തിയാവുന്നു. നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4-അംഗ ദൌത്യസംഘം തിങ്കളാഴ്ച വൈകിട്ട് ഭൂമിയിലേക്ക് മടങ്ങും. നേരത്തെ നിശ്ചയിച്ചതിനോട് 3 ദിവസം കൂടി അധികമായി ഉൾപ്പെടുത്തി 17 ദിവസം നീണ്ട ദൌത്യമാണ് പൂർത്തിയാകുന്നത്. 31 രാജ്യങ്ങളിലെ വിവിധ ശാസ്ത്ര ഗവേഷണ ഏജൻസികളും സ്ഥാപനങ്ങളും നിർദ്ദേശിച്ച 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് ആക്സിയം 4 ദൌത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ISRO നിർദ്ദേശിച്ച 7ഓളം പരീക്ഷണങ്ങൾക്ക് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല നേതൃത്വം നൽകി. സൂക്ഷ്മ ആൽഗകളുടെ വളർച്ച മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയെന്ന പരീക്ഷണമാണ് ശുഭാംശു ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയത്. മനുഷ്യന്റെ ഭാവി ബഹിരാകാശ യാത്രകൾക്കും ഭൂമിക്കപ്പുറത്തെ ദീർഘകാലവാസത്തിനും മുതൽക്കൂട്ടാകുന്ന പരീക്ഷണങ്ങളിലാണ് സംഘാംഗങ്ങൾ കൂടുതൽ സമയവും വ്യാപൃതരായത്. ആക്സിയം 4 ദൌത്യത്തിലെ 4 പേരും എക്സ്പെഡീഷൻ 73 ദൌത്യത്തിലെ 7 പേരുമടക്കം 11 പേരാണ് നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ളത്. ആക്സിയം സംഘത്തിന്റെ മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഇന്നലെ ഇരു സംഘങ്ങളും ചേർന്ന് നിലയത്തിൽ അത്താഴ വിരുന്നൊരുക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 11 പേരും അവരുടെ തദ്ദേശീയ വിഭവങ്ങൾ നിലയത്തിലെ തീൻമേശയിൽ വിളമ്പി. ക്യാരറ്റ് ഹൽവയാണ് ശുഭാംശു സഹയാത്രികർക്കായി വിളമ്പിയത്. വിരുന്നിന്റെ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ചിക്കൻ, ബീഫ് വിഭവങ്ങളും കേക്കും കോക്ടെയിലുമൊക്കെ മറ്റു യാത്രികർ വിരുന്നിൽ ഉൾപ്പെടുത്തി. ബഹിരാകാശത്തെ മാനവികതയുടെ പ്രതീകമെന്നാണ് പരസ്പരം ഭക്ഷണം പങ്കുവച്ചുള്ള വിരുന്നിനെ എക്സ്പെഡീഷൻ 73 അംഗമായ ജോണി കിം വിശേഷിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4:35 ആക്സിയം 4 സംഘത്തിന്റെ മടക്കയാത്ര ആരംഭിക്കുക. സംഘത്തെ നിലയത്തിലെത്തിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ തന്നെയാണ് മടക്കം. നിലയത്തിൽ എത്തിയ ശേഷം ഗ്രേസ് എന്ന പേരാണ് ഡ്രാഗൺ പേടകത്തിന് സംഘം നൽകിയത്. ദൗത്യം പൂർത്തിയാക്കിയെത്തുമ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് വൻ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. സയൻസ് ഡെസ്ക് 24.